ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റക്കി അക്കാഡമി. ഇനി വരാൻ പോകുന്ന 10th ലെവൽ മെയിൻസ് എക്സാമുകൾ നമ്മുടെ മുമ്പിൽ VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, വേരിയസ് LGS, ബെവ്കോ LD തുടങ്ങിയ പരീക്ഷകളെ മുൻനിർത്തിക്കൊണ്ട് വരാൻ പോകുന്ന എക്സാമുകളിൽ SCERT പാഠഭാഗങ്ങൾ വളരെ പ്രധാനമാണ്. സോ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പുതുക്കിയ ചാപ്റ്ററുകൾ, ന്യൂ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകളെ അനലൈസ് ചെയ്യുന്ന ഒരു സെഷനാണ്. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 30 ചോദ്യങ്ങളും ഈ ചാപ്റ്ററിനോടൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നേരെ ചാപ്റ്ററിലേക്ക് പോകുന്നു. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ, പാഠഭാഗത്തിന്റെ പേര് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്നാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ബ്രിട്ടീഷ് ആധിപത്യം അവസാനിച്ചതിനു ശേഷമുള്ള 1947 ഓഗസ്റ്റ് 15 ശേഷമുള്ള ഇന്ത്യയുടെ വർത്തമാനമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ പോവുകയാണ്. ആദ്യത്തെ പേജിൽ തന്നെ ഒരു ചോദ്യം നമുക്ക് കാണാം. നോക്കാം. ന്യൂഡൽഹിയിൽ തടിച്ചുകൂടുന്ന ജനലക്ഷങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നും അവർ വന്നെത്തിയിരുന്നു. ഉല്ലാസത്തോടെ മണികൾ കിലുക്കിക്കൊണ്ട് നിരനിരയായി കുതിരവണ്ടികൾ, മരച്ചക്രങ്ങളിൽ ഘടിപ്പിച്ച തട്ടുകളിൽ നിറയെ ജനങ്ങളെയും വഹിച്ചു കൊണ്ടുവരുന്ന ജീനുകളും കുളമ്പുകളുമൊക്കെ ഓറഞ്ചും പച്ചയും വെള്ളയും നിറമുള്ള ചായം കൊണ്ട് വരയിട്ടലങ്കരിച്ച കാളകൾ. ഇപ്പൊ ന്യൂഡൽഹിയിലെ ജനക്കൂട്ടത്തെയാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ട്രക്കുകളിൽ കവിഞ്ഞൊഴുകുന്ന ജനങ്ങൾ, കഴുതപ്പുറത്തും കുതിരപ്പുറത്തും സൈക്കിളിന്മേലും നടന്നും ഓടിയും ജനങ്ങൾ വന്നു. അപ്പോ എന്തോ ഒരു ഈവന്റ് നടക്കുകയാണ്. ന്യൂഡൽഹിയിലേക്ക് ആളുകൾ പല വിധേന എത്തിച്ചേരുകയാണ്. തിളങ്ങുന്ന സാരിയുടുത്ത് ഉത്സവമോടിയിൽ തങ്ങൾക്കുള്ള മുഴുവൻ ആഭരണങ്ങളും കയ്യിലും കാതിലും വിരലിലും മൂക്കിലുമൊക്കെ ധരിച്ച് അവരുടെ സ്ത്രീകളോടൊപ്പം വന്നെത്തി. അവർ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോവുകയായി, നെഹ്റു ഒരു പുതിയ കൊടി ഉയർത്താൻ പോവുകയാണ്, നാം സ്വതന്ത്രരായിരിക്കുന്നു. ആ പോയിന്റുകൾ, ആ വരികൾ ഒന്ന് നോട്ട് ചെയ്യുക. ബ്രിട്ടീഷുകാർ പോവുകയായി, നെഹ്റു ഒരു പുതിയ കൊടി ഉയർത്തുകയാണ്, നാം സ്വതന്ത്രരായിരിക്കുന്നു. അപ്പോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര വേളകളെ കൃത്യമായി വരച്ചു കാട്ടിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകം എക്സാമിന് ചോദിക്കുന്നു. സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നൊരു ചോദ്യം, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. 2 പേരാണ്, കൃത്യമായി പഠിക്കുക. ഡൊമിനിക് ലാപ്പിയർ, ലാറി കോളിൻസ്. അപ്പൊ ആദ്യത്തെ പേജിൽ നിന്നൊരു ചോദ്യം ഇതാ വരികയാണ്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം, ഡൊമിനിക് ലാപ്പിയർ, ലാറി കോളിൻസ്. ഡൊമിനിക് ലാപ്പിയർ, ലാറി കോളിൻസിന്റെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ഡൊമിനിക് ലാപ്പിയർ, ലാറി കോളിൻസ്. ഓക്കെ, മുന്നോട്ട് പോവാം. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ 1947 ഓഗസ്റ്റ് 15. എല്ലാവർക്കും അറിയാവുന്ന തീയതിയാണല്ലേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ്. 1947 ഓഗസ്റ്റ് 15 രാവിലെ ഡൽഹി നഗരത്തിൽ കണ്ട വിവിധ കാഴ്ചകളാണ് മുകളിൽ നൽകിയിരുന്നത്. അപ്പോ ടെക്സ്റ്റ് ബുക്കില് സ്വാതന്ത്ര്യാനന്തര പുലരിയിലെ ഡൽഹിയാണ് നമ്മൾ വായിച്ചത്. ഡൊമിനിക് ലാപ്പിയർ, ലാറി കോളിൻസിന്റെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകത്തിലെ വരികൾ. ഇനി നോക്കാം. ഇവിടെ സ്വാതന്ത്ര്യ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ സന്ദേശം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനങ്ങളെ അഭിസംബോധനം ചെയ്ത വാക്കുകൾ കാണാം. ഒരു പുതിയ നക്ഷത്രം, പൗരസ്ത്യ ദേശത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ നക്ഷത്രം.
ഉദിക്കുകയാണ്. ഒരു പുതിയ ആശ ഉടലെടുക്കുകയാണ്. ചിരകാല പ്രാർത്ഥിതമായ ഒരു സ്വപ്നം നിറവേറുകയാണ്. ആ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ, ആ ആശ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനനുബന്ധിച്ച് പ്രമുഖ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. സോ കൃത്യമായി പഠിക്കുക. രണ്ടാമത്തെ പേജിലും ഒരു ചോദ്യ സാധ്യതയാണ്. ആ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ, ആ ആശ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. ആ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ, ആ ആശ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. സ്വാതന്ത്ര്യ പ്രാപ്തിയിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ ദിനം 47 ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ ഒരേ സമയം ഒരു വലിയ നേട്ടം, ഒരു വലിയ സ്വപ്നം നേടിയ ദിവസമാണ്. പക്ഷേ അതേ ദിവസം തന്നെ സന്തോഷത്തോടൊപ്പം സങ്കടം കൂടി നിറഞ്ഞ ഒരു ദിവസമായി മാറുന്നു. നമുക്കറിയാം, ഇന്ത്യ വിഭജനം സംഭവിക്കുന്നു. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യ പാകിസ്ഥാൻ എന്ന രീതിയിലേക്ക് വിഭജിക്കപ്പെട്ട ദിവസം കൂടിയാണ്. ഇന്ത്യ സ്വതന്ത്രമായ ദിനം ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനൊപ്പം ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. അതിനാൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം സന്തോഷത്തിനൊപ്പം സന്താപവും നിറഞ്ഞ അവസരമായി മാറി. ഓക്കെ, ബേസിക് നോളജ് ആണത്. മുന്നോട്ട് പോകുമ്പോൾ വിഭജനാനന്തര ഇന്ത്യ, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി ഇന്നത്തെ ഇന്ത്യയുടെ ഭൂപടം, അതുപോലെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ എന്നിങ്ങനെ വളരെ കൃത്യമായ ഒരു മാപ്പ് കാണാം. ഓക്കെ, അപ്പോ വിഭജിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സ്ഥാനം കാണാം. വിശദമായ ഭൂപടം തയ്യാറാക്കിയ. അപ്പൊ നോക്കുക, ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കാനായി ലണ്ടനിലെ പ്രസിദ്ധ അഭിഭാഷകനായിരുന്ന, അപ്പൊ നോക്കിക്കേ, ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് വിശദമായ ഭൂപടം തയ്യാറാക്കാൻ ലണ്ടനിലെ അഭിഭാഷകനായിരുന്ന സിറിൽ റാഡ്ക്ലിഫ് എക്സാമിന് ചോദിക്കും. സിറിൽ റാഡ്ക്ലിഫിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയെങ്കിലും ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു. എന്നാൽ ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. അപ്പൊ ശ്രദ്ധിച്ചോണേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. എക്സാമിന് ചോദിക്കും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ത്യ വിഭജനത്തിന്റെ ഭൂപടം തയ്യാറാക്കാനായി ബ്രിട്ടനിൽ നിന്നെത്തിയ അഭിഭാഷകനായിരുന്നു സിറിൽ റാഡ്ക്ലിഫ്. എക്സാമിന് ചോദിക്കും. ഇനി പ്രത്യേകത എന്താ? ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയോടൊപ്പം തന്നെ ഉറച്ചു നിന്നു. കുറച്ച് പ്രദേശങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി. എന്നാൽ അവിടെ പ്രധാനമായും വിഭജനം നടന്ന 2 പ്രദേശങ്ങളാണ്. പഞ്ചാബ്, ബംഗാൾ എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനായി മാറി. നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത് വെസ്റ്റ് ബംഗാൾ ആണല്ലേ. പശ്ചിമ ബംഗാൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. പക്ഷേ കിഴക്കൻ ബംഗാൾ, പശ്ചിമ ബംഗാൾ ഇന്ത്യയോടൊപ്പം നിന്നപ്പോഴും കിഴക്കൻ ബംഗാൾ എന്ത് ചെയ്യുന്നു? പൂർവ്വ ബംഗാൾ അങ്ങോട്ടേക്ക് പോകുന്നു, പാകിസ്ഥാനിലേക്ക് പോകുന്നു. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി. അപ്പൊ ഓപ്പോസിറ്റ് വൈസ് വേഴ്സ എന്ന പോലെ ഇത്രയും പഠിച്ചാൽ മതി. ഇപ്പോഴും ഇന്ത്യയോടൊപ്പമുള്ള ബംഗാൾ ഏതാ? വെസ്റ്റ് ബംഗാൾ ആണല്ലേ. പശ്ചിമ ബംഗാൾ ഇന്ത്യയോടൊപ്പം, പൂർവ്വ ബംഗാൾ പാകിസ്ഥാനിലേക്ക് പോയി. അതേസമയം പൂർവ്വ പഞ്ചാബ് ഇപ്പോഴും ഇന്ത്യയോടൊപ്പം, പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി. ഓപ്പോസിറ്റ്. ഓക്കെ. കൂടാതെ അസമിൽ നടത്തിയ ഹിതപരിശോധനയെ തുടർന്ന് സിൽഹെറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറി. അപ്പൊ ശ്രദ്ധിക്കണേ, തെറ്റിക്കുകയും ചെയ്യരുത്. 3 പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് ഭൂപടം തയ്യാറാക്കിയത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. അതേസമയം വിഭജനം വളരെ കൃത്യമായി നടക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ അടിയുറച്ചു നിന്നു എങ്കിലും പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ, പൂർവ്വ ബംഗാൾ പാകിസ്ഥാനിൽ.
പൂർവ പഞ്ചാബ് ഇന്ത്യയിൽ, പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാനിൽ പോകുന്നു. അതുപോലെ അസ്സാമിലെ സിൽഹെറ്റ്, ആ പ്രദേശം നോട്ട് ചെയ്യുക, അസമിലെ സിൽഹെറ്റ് എന്ന പ്രദേശം. അങ്ങനെ അസമിലെ സിൽഹെറ്റ് എന്ന പ്രദേശത്ത് ഹിതപരിശോധനയെ തുടർന്ന് സിൽഹെറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറി. ഇനി ശ്രദ്ധിക്കുക, വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും സ്വാഭാവികമായും പാകിസ്ഥാനിൽ നിന്നും ഹിന്ദുക്കളും സിഖുകാരും എങ്ങോട്ടേക്ക് വരുന്നു? ഇന്ത്യയിലേക്ക് പലായനം ആരംഭിച്ചു. അതേസമയം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും നീങ്ങി. അപ്പോൾ ഒരു പലായനം, അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പലായനം ആരംഭിച്ചു. ബംഗാൾ വിഭജിതമായെങ്കിലും പഞ്ചാബിൽ സംഭവിച്ചതുപോലൊരു പലായനം അവിടെ ഉണ്ടായില്ല. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു. ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞു, പഞ്ചാബും ബംഗാളും വിഭജിക്കപ്പെട്ടു, പ്രസ്താവന ശരിയാണ്. പക്ഷേ പശ്ചിമ ബംഗാൾ ഇന്ത്യയിലും പൂർവ്വ ബംഗാൾ പാകിസ്ഥാനിലേക്കും പോയി. പൂർവ്വ പഞ്ചാബ് ഇന്ത്യയിലും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാനിലേക്കും പോയി. സോ പ്രധാനമായിട്ടും ഉണ്ടായ മാറ്റം, ഇരു പഞ്ചാബുകളിൽ നിന്നും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒഴുകിയെങ്കിലും ബംഗാളിൽ അത്രയും വലിയൊരു കൂട്ടപ്പലായനം അല്ലെങ്കിൽ വിഭജനം സംഭവിച്ചില്ല കമ്പാരിറ്റീവ്ലി. കാരണം എന്തൊക്കെ കാരണങ്ങളാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ബംഗാൾ എന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ബംഗാൾ 1905 ബംഗാൾ വിഭജനം, ലോർഡ് കഴ്സന്റെ കാലഘട്ടത്തിലെ 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷത്തിലൂന്നിയ ദേശീയത. ബംഗാളികളെ സംബന്ധിച്ച് അവർക്ക് മതനിരപേക്ഷമായ സെക്യുലറായ ഒരു രാജ്യസ്നേഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാലാണ്, സ്കൂൾ ടെക്സ്റ്റിന് എക്സാമിന് ഒരു ചോദ്യം വരുന്നു, പഞ്ചാബിൽ ഉണ്ടായതുപോലൊരു പലായനം ബംഗാളിൽ സംഭവിച്ചില്ല. കാരണം ഒന്ന്, മതനിരപേക്ഷയിലൂന്നിയ ദേശീയത 1905 വിഭജനത്തിന് ശേഷം ബംഗാളിൽ രൂപപ്പെട്ടു. ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഐക്യം, അവരറിയപ്പെടുന്ന തന്നെ ബംഗാൾ എന്ന പേരിലാണ്, ബംഗാളി ഭാഷയാണ്. സോ ഭാഷാപരമായ വലിയ ഐക്യം, യൂണിറ്റി അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇനി ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമായി. അപ്പൊ അതൊരു ജോഗ്രഫിക്കൽ റീസൺ ആണ്. ഭൂമിശാസ്ത്രപരമായി എടുത്താലും ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്രയെ കുറച്ചുകൂടി എന്താക്കി, ഡിഫിക്കൽട്ട് ആക്കി, അല്ലെങ്കിൽ വിഘാതമായി മാറി. 3 കാരണങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ആണ്. പഞ്ചാബിൽ ഉണ്ടായതുപോലൊരു പലായനം ബംഗാളിൽ സംഭവിച്ചില്ല. എന്തുകൊണ്ട്? 3 കാര്യങ്ങൾ. മതനിരപേക്ഷയിലൂന്നിയ ദേശീയത ബംഗാളിൽ ഉണ്ടായിരുന്നു, ഭാഷാപരമായ ഐക്യം, മൂന്നാമതായി ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമായി മാറി. ക്ലിയർ ആണ്? ശ്രദ്ധിച്ചേ, മുന്നോട്ട് പോകുന്നു. സിൽഹെറ്റും ഹിതപരിശോധനയും, നേരത്തെ നമ്മൾ പറഞ്ഞു സിൽഹെറ്റ് എന്ന പ്രദേശം ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. സിൽഹെറ്റ് എക്സാമിന് ചോദിച്ചാൽ എഴുതുക, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അസം എന്ന പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹെറ്റ്. 1947 മൗണ്ട് ബാറ്റൺ പ്ലാൻ. മൗണ്ട് ബാറ്റൺ പ്ലാൻ 1947 പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതോടൊപ്പം സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. തുടർന്ന് നടന്ന ഹിതപരിശോധനയുടെ ഫലമായി സിൽഹെറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അപ്പോ എന്താ സംഭവിച്ചത്? 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി അനുസരിച്ച് പഞ്ചാബും ബംഗാളും വിഭജിക്കപ്പെട്ടു. അസമിലെ സിൽഹെറ്റ് എന്ന പ്രദേശം ഹിതപരിശോധനയിലേക്ക് നീങ്ങി. ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരണമെന്ന് തീരുമാനമെടുക്കുന്നു. സിൽഹെറ്റിലെ കരിംഗഞ്ച് പ്രദേശം എക്സാമിന് ചോദിക്കാം.
സിൽഹറ്റ്, അസമിലെ സിൽഹറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് ഒരു ചോദ്യം വരുന്നു. അസം എന്ന പ്രവിശ്യയിലെ സിൽഹറ്റ് എന്ന പ്രദേശം അല്ലെങ്കിൽ ഭൂരിഭാഗം പ്രദേശവും കിഴക്കൻ പാകിസ്ഥാനോടൊപ്പം പോയപ്പോഴും ഇന്ത്യയുടെ ഭാഗമായി ഉറച്ചു നിന്ന അസം പ്രവിശ്യയുടെ പ്രദേശം കരിംഗഞ്ച് എന്ന പ്രദേശമാണ് ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. നല്ലൊരു ചോദ്യമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തെറ്റിക്കുകയേ ചെയ്യരുത്. മുന്നോട്ട് പോയാൽ ദി മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്ന പത്രം, ആ പത്രത്തിന്റെ പേര് നോട്ട് ചെയ്തേ, ദി മാഞ്ചസ്റ്റർ ഗാർഡിയൻ. ദ മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്ന പത്രം പറയുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു അന്നത്തെ പ്രമുഖ ദിനപത്രമായ മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ വിഭജനം കൂടിയായിരുന്നു. ആ സമയത്ത് ഏത് പത്രമാണ് ഇത്തരത്തിൽ ഒരു വാർത്ത കൊടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്ന് എക്സാമിന് ചോദിക്കാം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയെ വിശേഷിപ്പിച്ച പത്രം ദി മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്ന് പഠിക്കുക. നല്ലൊരു ചോദ്യം. ദി മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിക്കുന്നു സ്വാതന്ത്ര്യ പ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്ന് വിശേഷിപ്പിച്ചു. ഇനി റാഡ്ക്ലിഫ് വരച്ച അതിർത്തി രേഖ നമ്മൾ പഠിച്ചു. ബ്രിട്ടീഷ് അഭിഭാഷകനായിരുന്ന സിറിൽ റാഡ്ക്ലിഫ് ഇന്ത്യ പാക് വിഭജനത്തിന്റെ മാപ്പ് വരക്കാനായി വരികയാണ്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായി അതിർത്തി രേഖ ഇപ്പോഴും റാഡ്ക്ലിഫ് ലൈൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യ പാക് അതിർത്തി രേഖയെ റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഏറ്റവും വലിയ വിരോധാഭാസം, സിറിൽ റാഡ്ക്ലിഫ് അതിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. കേവലം ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയും ഇല്ലാതെ വെറും 5 ആഴ്ച കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ് റാഡ്ക്ലിഫ് രേഖ. ഇവിടുന്ന് പ്രധാനമായിട്ടും ചോദ്യം വരുന്നത്, ഇന്ത്യ പാക് അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ, റാഡ്ക്ലിഫ് രേഖ എന്നാണ്. റാഡ്ക്ലിഫ് രേഖ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയെ പറ്റി ഒരു മുൻ പരിചയവും ഇല്ലാത്ത ഒരാൾ ഇന്ത്യ പാക് വിഭജനത്തിന്റെ അതിർത്തി വരക്കുന്നു. അങ്ങനെ കേവലം 5 ആഴ്ച കൊണ്ടാണ് സിറിൽ റാഡ്ക്ലിഫ് ഇന്ത്യ പാക് അതിർത്തിയായ റാഡ്ക്ലിഫ് രേഖ വരച്ചത്. ഓക്കെ, എക്സാമിന് ചോദിക്കും. നോക്കാം മറ്റൊരു ചോദ്യം. വിഭജനം നോവായി മാറിയപ്പോൾ എന്താ സംഭവം? ഈയിടെ ഉണ്ടായ കലാപത്തിനിടയിൽ റാവൽപിണ്ടി ജില്ലയിലെ തൊവാഗൽസ ഗ്രാമത്തിലെ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി മുങ്ങി മരിച്ച സംഭവം. ആ പോയിന്റ് ശ്രദ്ധിക്കണേ. യാഥാർത്ഥ്യങ്ങളാണ്. ഇന്ത്യയുടെ വിഭജനാനന്തര കാലഘട്ടത്തിൽ നടന്ന ഞെട്ടിക്കുന്ന ചില അനുഭവ കഥകൾ നോക്കാം. ഈയിടെ ഉണ്ടായ കലാപത്തിനിടയിൽ റാവൽപിണ്ടി ജില്ലയിലെ തൊവാഗൽസ ഗ്രാമത്തിലെ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി മുങ്ങി മരിച്ച സംഭവം പഞ്ചാബിലെ ജനങ്ങളുടെ ഭാവനാശക്തിയെ വല്ലാതെ മതിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് അവരെ രക്ഷിക്കാനാകാതെ വരുമ്പോൾ ആത്മഹൂതി നടത്തിയ രാജസ്ഥാനി സ്ത്രീകളുടെ പാരമ്പര്യമാണ് ഇവിടെ പുനർജനിച്ചത്. 1 മാസം മുമ്പ് വടികളും കൈത്തോക്കുകളും കൈബോംബുകളും ഏന്തിയ ഒരു വർഗീയ സംഘം ആ ഗ്രാമം വളഞ്ഞു. ഗ്രാമവാസികൾ അവരാലാവും വിധം ചെറുത്തു നിന്നു. ഒടുവിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. അപ്പോൾ ആ കലാപ സമയത്ത് സ്ത്രീകളും മനുഷ്യരും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. തുടർന്ന് കൂടിയാലോചനകൾ നടത്തിയ അക്രമികൾ 10,000 രൂപ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. മടങ്ങി വരികയില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അക്രമികൾ തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. അവർ വീണ്ടും വന്നു, കൂടുതൽ പണം ആവശ്യപ്പെട്ടു. അപ്പൊ കലാപ കാലഘട്ടത്തിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം പണം കൊടുക്കുന്നു, തിരിച്ചു വരില്ല എന്ന് ഉറപ്പു തന്ന് കലാപകാരികൾ പോകുന്നു. വീണ്ടും അവർ വരികയാണ്, കൂടുതൽ പണം ആവശ്യപ്പെടുന്നു. തർക്കത്തിനിടയിൽ എതിർത്തവരിൽ 40 പേരെ അവർ വെട്ടിക്കൊന്നു. കഴിഞ്ഞില്ല, അവരുടെ സ്ത്രീകൾ ധൃതി പിടിച്ച് ഒത്തുകൂടി. അവരുടെ ആത്മാഭിമാനം ഒഴികെ മറ്റെല്ലാം നഷ്ടപ്പെടുമെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ 90 സ്ത്രീകൾ ഒരു ചെറിയ കിണറ്റിൽ ചാടി
3 പേരെ രക്ഷപ്പെടുത്തി. എല്ലാവർക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ആ കിണറ്റിൽ ഇല്ലായിരുന്നു. എത്ര നിർഭാഗ്യകരമായ സംഭവമാണ്. 90ഓളം പേര് കിണറ്റിൽ മുങ്ങി മരിക്കുന്നു, 3ഓളം പേരെ രക്ഷപ്പെടുത്തുന്നു. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷമുണ്ടായ കലാപങ്ങളിൽ രാജസ്ഥാനിൽ നടന്ന ചില സംഭവങ്ങളാണ്. ഉർവശി ബുട്ടാലിയ തന്റെ മൗനത്തിന്റെ മറുപുറം, ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന ഉർവശി ബുട്ടാലിയയുടെ രചന. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പാഠപുസ്തകത്തിൽ നിന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. ചോദ്യം പഠിക്കുക. മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിൽ ഉർവശി ബുട്ടാലിയ ഉദ്ധരിച്ച വാർത്തയാണ് 47 ഏപ്രിൽ 15 സ്റ്റേറ്റ്മാനിൽ പ്രസിദ്ധീകരിച്ചത്. വിഭജന കാലത്ത് പഞ്ചാബിലെ ജനങ്ങൾക്ക് സമാനമായ നിരവധി ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഇന്നും കാണാൻ കഴിയും. അവരുടെ മനോഭാവവും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിൽ ഈ ഓർമ്മകൾ ഇന്നും സ്വാധീനം ചെലുത്തുന്നു. അപ്പൊ എക്സാമിന് ഓൾറെഡി ചോദിച്ചു, മൗനത്തിന്റെ മറുപുറം ബൈ ഉർവശി ബുട്ടാലിയ, ദി അതർ സൈഡ് ഓഫ് സൈലൻസ് ബൈ ഉർവശി ബുട്ടാലിയ എന്ന് പഠിക്കുക. ഓക്കെ, നല്ല ചോദ്യം എക്സാമിന് ചോദിക്കും. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പലായനം ചെയ്യുന്നവരുടെ വിവിധങ്ങളായ ചിത്രങ്ങൾ ട്രെയിനിലൂടെ മറ്റ് കാൽനടയായും സാധനങ്ങളും സമ്പാദ്യങ്ങളും കയ്യിലും കിട്ടിയതെല്ലാം കൊണ്ട് നാട് കടക്കുന്ന മനുഷ്യരെ ചിത്രങ്ങളിൽ കാണാം. എനിവേ, വിഭജനം ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനോടൊപ്പം തുടങ്ങി വെച്ചത് അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. അതിൽ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിലേക്ക് വന്നാൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പ്രവഹിച്ചു. അത്രയും കാലം ജീവിച്ച, വളർന്ന, സമ്പാദിച്ച വീടും നാടും കൂടും കൂട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ആളുകള് അഭയം തേടി അഭയാർത്ഥികളായ കാഴ്ച. രണ്ടാമത്തെ പോയിന്റ്, വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു, 10,000 കൊല്ലപ്പെടുന്നു. ആളുകൾക്കെല്ലാം നഷ്ടപ്പെട്ടു, അഭയാർത്ഥികളാവുന്നു. 2, ആളുകൾ കൊല്ലപ്പെടുകയാണ്, ആക്രമണങ്ങൾക്ക് ഇരയാവുകയാണ്. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വർഗീയ ലഹളകൾ ആരംഭിക്കുന്നു. അപ്പോ എല്ലാ രീതിയിലും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടം. ആളുകൾ കൊല്ലപ്പെടുന്നു, അഭയാർത്ഥികളാവുന്നു, വർഗീയ ലഹളകൾ ഡൽഹിയിലും കൊൽക്കത്തയിലും ലാഹോറിലും അരങ്ങേറുന്നു. ഒട്ടേറെ സ്ത്രീകൾ മാനഹാനി സംഭവിച്ചു. സ്ത്രീകൾക്ക് അവരുടെ മാനം നഷ്ടപ്പെടുന്ന അവസ്ഥ. നിരവധി സ്ത്രീകളും കുട്ടികളും തട്ടിക്കൊണ്ടുപോകലിന് ഇരകളായി. അപ്പോ കൃത്യമായി ഇന്ത്യയുടെ വിഭജനം ഇന്ത്യയെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അനേകം ആളുകൾ കൊല്ലപ്പെടുന്നു, കുറെ മനുഷ്യർക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനഹാനി സംഭവിക്കുന്നു, തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാവുന്നു. മാത്രവുമല്ല, അഭയാർത്ഥികളായി ആളുകൾ മാറുന്നു. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് അതുല്യമായ നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും ഇത്തരം സംഭവങ്ങളുടെ ഇരയായി. ഈ രാജ്യത്തിന്റെ ഫാദർ ഓഫ് നേഷൻ ശ്രീ മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയാണ്, വെടിയുതിർക്കുകയാണ്. ആലോചിക്കുക. എക്സാമിന് ഇവിടുന്ന് സ്ഥിരമായി റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിതാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. അപ്പോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കൊലപാതക വാർത്തയറിഞ്ഞ്, മരണവാർത്തയറിഞ്ഞ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വായിക്കുന്നത്. പ്രകാശം നഷ്ടമായിരിക്കുന്നു, മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ 1000 ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും. അപ്പോ വളരെ വികാര നിർഭരനായി
നെഹ്റുവിന്റെ വാക്കുകളാണ്. നമുക്ക് പ്രകാശം നഷ്ടമായിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ തിരുത്തുകയാണ്, ആ പ്രകാശം ഇനി നൂറ്റാണ്ടുകൾ, തലമുറകളെ പ്രചോദിപ്പിക്കും എന്ന് പറഞ്ഞു വെക്കുന്നു ജവഹർലാൽ നെഹ്റു. എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം അറിയിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് വായിച്ചത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രയത്നിച്ച ഗാന്ധിജിയെ ന്യൂഡൽഹിയിലെ ബിർള ഹൗസ്, ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നോട്ട് ചെയ്യുക, 1948 ജാനുവരി മാസം 30 വർഗീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ. അപ്പൊ അവിടെ നോട്ട് ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ, ന്യൂഡൽഹിയിലെ ബിർള ഹാളിൽ മഹാത്മാഗാന്ധി 1948 ജാനുവരി മാസം 30 മത തീവ്രവാദിയായ വർഗീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റു മരിക്കുന്നു. 48 ജാനുവരി 30 രക്തസാക്ഷിത്വ ദിനമാണ്. ഗാന്ധിജിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമായി കാണാം. ഓക്കെ, സോ 48 ജാനുവരി മാസം 30 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയാണ് ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച്. ഓക്കെ, ഇനി ഭരണഘടനയിലേക്കുള്ള പടവുകൾ എന്നൊരു ടൈറ്റിൽ കാണാം. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യ പ്രാപ്തിയിൽ വരുന്നു. അവിടെ ഇന്ത്യക്ക് ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിയമമായ കോൺസ്റ്റിറ്റ്യൂഷനെ നിർമ്മിക്കുക എന്നത് വലിയൊരു ചലഞ്ച് ആയിരുന്നു. സോ ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെ ആയിരുന്നു. ഇന്ന് കാണുന്ന മോഡേൺ ഇന്ത്യയുടെ എല്ലാ ബേസും നിലകൊള്ളുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ രൂപീകരണത്തോടെയാണ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചു. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യം. കാരണം നമ്മൾ പഠിക്കാറുണ്ട്, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 46 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. 46 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് ചേർന്നു. ഡിസംബർ 11 തിരഞ്ഞെടുപ്പുകൾ നടന്നു. എന്നാൽ ഔപചാരികമായി സമ്മേളിച്ചത് എന്ന എക്സാമിന് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തൊരു ചോദ്യം വരുന്നു. നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചത് 46 ഡിസംബർ മാസം 13 നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. പോളിസി റെസല്യൂഷൻ, ആമുഖത്തിന്റെ മുൻഗാമിയായ പോളിസി റെസല്യൂഷൻ അവതരിപ്പിച്ച ഡേറ്റും 46 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭ ഔപചാരികമായി പ്രവർത്തനം ആരംഭിച്ചു. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 47 ജാനുവരി 22 എക്സാമിന് ചോദിക്കുമേ. 46 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ 47 ജാനുവരി മാസം 22 1946 ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 47 ജാനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ഷുവർ ഷോട്ട് ചോദ്യമാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നു. തുടർന്ന് 49 നവംബർ 26 മറ്റൊരു സ്ഥിരം ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ഡേറ്റ് 49 നവംബർ മാസം 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അതുകൊണ്ട് തന്നെ നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നവംബർ 26, നിയമദിനം നവംബർ 26. തെറ്റിക്കുകയേ ചെയ്യരുത്, കൃത്യമായിട്ട് പഠിക്കുക. ഇനി എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു ഡേറ്റും 49 നവംബർ മാസം 26 ഓക്കെ. ഇനി ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നു 1950 ജാനുവരി മാസം 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു.
നമുക്കറിയാം 1950 ജാനുവരി മാസം 26-ന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. അങ്ങനെ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. ഭരണഘടന പ്രകാരം 1951-52 നടന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നു. അപ്പൊ എക്സാമിന് മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52 ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള ഗവൺമെന്റാണ് നിലവിൽ വന്നത്? പാർലമെന്ററി ജനാധിപത്യ സംവിധാനം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അപ്പോ പ്രധാനപ്പെട്ട നിരവധി ഡേറ്റുകൾ 46 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച്, 46 ഡിസംബർ 9-ന് ആദ്യത്തെ മീറ്റിംഗ്, 46 ഡിസംബർ 11-ന് ചില തെരഞ്ഞെടുപ്പുകൾ, 46 ഡിസംബർ 13-ന് ഔദ്യോഗികമായി ആരംഭിക്കുന്നു, ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു, 47 ജാനുവരി 22-ന് ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നു, 49 നവംബർ 26 ഭരണഘടനയെ അംഗീകരിക്കുന്നു, 50 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരുന്നു. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എക്സാമിന് ചോദിക്കും. ടെക്സ്റ്റ് ബുക്ക് ഫാക്ട് ആണ്. കോളനി വൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചിരുന്ന ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. നമുക്കറിയാം, നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശിക ഭരണം അവസാനിക്കുമ്പോൾ നമുക്ക് ഇന്ത്യ എന്ന രാജ്യം എന്നുള്ള രീതിയിൽ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് നിൽക്കണമെങ്കിൽ, ഒന്ന് തലയുയർത്തി നിൽക്കണമെങ്കിൽ നിരവധി വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഈ പറയാൻ പോകുന്ന പോയിന്റുകൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലാം? അഭയാർത്ഥികളുടെ പുനരധിവാസം മനസ്സിലേക്ക് ഓടി വരിക. 47-ൽ സ്വാതന്ത്ര്യം കിട്ടി, വിഭജനവും നടന്നു. അപ്പൊ ഒരുപാട് പേര് അഭയാർത്ഥികളായി, വീടും കൂടും എല്ലാം നാടും നഷ്ടപ്പെട്ട കുറെ മനുഷ്യർ, അവരെ എന്ത് ചെയ്യണം? ആദ്യം അഡ്രസ് ചെയ്യണം, അവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം. സോ അഭയാർത്ഥി പ്രശ്നം ഒരു പ്രശ്നമായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഇന്ന് കാണുന്ന പോലെ അല്ല. നമ്മുടെ മൈൻഡില് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇന്ന് കാണുന്ന 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും അല്ല, മറിച്ച് 590-ലധികം വരുന്ന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ ഒപ്പം കൂട്ടിച്ചേർത്ത് ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന വലിയൊരു ടാസ്ക്. ഇനി ബ്രിട്ടീഷുകാർ മാത്രമേ പോയിട്ടുള്ളൂ. പോർച്ചുഗീസ്, ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ. വൈദേശിക ശക്തികൾ വീണ്ടും ബാക്കിയായിരുന്നു. ഫ്രഞ്ചുകാര് പോർച്ചുഗീസുകാരെ കൂടി ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വിടാനുണ്ടായിരുന്നു. സോ അഭയാർത്ഥികളുടെ പ്രശ്നം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, വൈദേശിക ശക്തികൾ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യണം? പുനഃസംഘടിപ്പിക്കണം. ഇന്ത്യൻ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തണം. ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സമ്പത്ത് വേണം. ഇന്ത്യയുടെ എക്കോണമി ആകെ തകർന്നിരിക്കുകയാണ്. സോ ഇന്ത്യൻ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക. സ്വതന്ത്രമായ ഒരു വിദേശ നയം, ഒരു ഫോറിൻ പോളിസി ഇന്ത്യ എന്ന രാജ്യം എന്ന രീതിയിൽ ലോകത്ത് എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഐഡിയ, മറ്റു രാജ്യങ്ങളോടുള്ള നമ്മുടെ ഇടപഴകൽ, നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയൊക്കെ ഒരു ധാരണ ലോകത്തിന് കൊടുക്കണം. സോ പ്രധാനപ്പെട്ട പോയിന്റുകൾ കാണാതെ പഠിക്കേണ്ട, ക്ലിയർ ആയിട്ട് ലോജിക്കലി ഓർക്കുക. അഭയാർത്ഥികളുടെ പ്രശ്നങ്ങള്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, പോർച്ചുഗീസ് അധിനിവേശ, ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ, സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തൽ, വിദേശ നയത്തിന്റെ രൂപീകരണം. ഇനി അഭയാർത്ഥികളുടെ പുനരധിവാസമാണ് ആദ്യത്തെ പ്രശ്നം. അതെങ്ങനെ പരിഹരിച്ചു എന്ന് വേഗം നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ആദ്യത്തെ വെല്ലുവിളി അഭയാർത്ഥികളുടെ പ്രശ്നമാണ്. അതെങ്ങനെ സോൾവ് ചെയ്തു എന്ന് നോക്കിയാൽ നമുക്കറിയാം, ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനും ഉണ്ട്, കിഴക്കൻ പാകിസ്ഥാനും ഉണ്ട്. സോ ആദ്യം തന്നെ വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്ന് 60 ലക്ഷത്തിലധികം ജനങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വരുന്നു. ഈ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു. 1951 ആയപ്പോഴേക്കും, അതായത് 47-ല് സ്വാതന്ത്ര്യം, 51 ആയപ്പോഴേക്കും
പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വന്നവരെ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റിൽ ചെയ്തു. എന്നാൽ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് കാര്യമായ രീതിയിൽ ആളുകൾ എന്ത് ചെയ്തിരുന്നില്ല, ഇങ്ങോട്ടേക്ക് വന്നിരുന്നില്ല വിഭജന കാലത്ത്. പക്ഷേ താരതമ്യേന കുറവായിരുന്നു. പിൽക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അവര് തമ്മിൽ പ്രശ്നമായി. പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ കാരണം ഈ കിഴക്ക് നിന്നുള്ള ആളുകൾ കൂടി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അതെങ്ങനെ പരിഹരിച്ചു? 1971 ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോടെയാണ് ഈ അഭയാർത്ഥി പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കാനായത്. അപ്പൊ ആദ്യത്തെ പ്രശ്നം ഇന്ത്യ സോൾവ് ചെയ്യുകയാണ്, അഭയാർത്ഥികളുടെ പ്രശ്നം. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികളെ 51 നമ്മൾ ഓൾമോസ്റ്റ് അക്കോമഡേറ്റ് ചെയ്തു. പിന്നീട് 1971 ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോടുകൂടി കിഴക്കൻ പാകിസ്ഥാനിലെ പ്രശ്നങ്ങളും ഒരു പരിധിവരെ അവസാനിച്ചു. ഇനിതേ ബംഗ്ലാദേശ് രൂപീകരണം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നു. ഇന്നത്തെ ബംഗ്ലാദേശ് വരുമ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറി. 1971 ബംഗ്ലാദേശ് എന്ന രാജ്യമായിട്ട് കിഴക്കൻ പാകിസ്ഥാൻ മാറുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രശ്നത്തിലേക്ക് വന്നാൽ ഈ ഭാഗത്ത് നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കൊണ്ടുവരിക, ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭൂപടമേ അല്ല, മറിച്ച് ഇന്ന് കാണുമ്പോൾ 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് ചിന്തിക്കരുത്. നിരവധി ചെറുതും വലുതുമായ നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരുമാണ് ഉണ്ടായിരുന്നത്. സോ ഏതാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു 47 സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാനോ അധികാരം ഉണ്ടായിരുന്നു. അപ്പൊ 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം നാട്ടുരാജ്യങ്ങളുടെ മുമ്പിൽ 3 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയോടൊപ്പം ചേരാം, പാകിസ്ഥാനിലേക്ക് പോകാം, അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളാം. അങ്ങനെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ശ്രമകരമായ എഫേർട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. എന്നാൽ വളരെ ഭംഗിയായി ഈ ദൗത്യം, ഈ ഒരു കഠിനമായ അറ്റംപ്റ്റിന് മുതിർന്നത്, വിജയകരമായി പൂർത്തിയാക്കിയത് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. കൃത്യമായിട്ട് പഠിച്ചോളുക, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം റിപ്പീറ്റഡ് ചോദ്യമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ, ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, ആദ്യത്തെ ഉപപ്രധാനമന്ത്രി. അദ്ദേഹത്തോടൊപ്പം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി VP മേനോൻ, വപ്പാല പങ്കുണ്ണി മേനോൻ എന്ന മലയാളി. രണ്ടുപേരുടെ പേരുകൾ കണക്ട് ചെയ്യുക. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സർദാർ പട്ടേൽ, VP മേനോൻ എന്നിവർ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ഒരു ലയന കരാർ, ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ഒരു ലയന കരാർ, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ അഥവാ ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിച്ചു. അപ്പോ സർദാർ പട്ടേലും VP മേനോന്റെയും നേതൃത്വത്തിൽ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ ഒരു ലയന കരാർ, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എല്ലാവർക്കും കൊടുക്കുകയാണ്. എന്നാൽ ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. എക്സാമിന് ചോദിക്കുന്നു, ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്, തിരുവിതാംകൂർ, നാല് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ
വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളെ എഴുതി പഠിച്ചോളുക. ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ, തിരുവിതാംകൂർ എന്ന് പഠിക്കുക. ഓക്കെ, ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. പല പല രീതിയിൽ അവരെ എന്ത് ചെയ്തു? ഇന്ത്യയോടൊപ്പം ചേർത്തു. ചിലരോട് മയത്തിലൊക്കെ അനുരഞ്ജനം നടത്തി, ചിലരെ സൈനിക നടപടിയിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കി. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവി പേഴ്സ് അനുവദിച്ചു നൽകി. സ്വാഭാവികമായി അവർ ഇന്ത്യയോടൊപ്പം വരാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ചില പ്രത്യേകമായ പരിഗണനകൾ അവർക്ക് നൽകി. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പ്രിവി പേഴ്സ് എന്നൊരു രീതിയിൽ ഒരു പ്രത്യേകമായ ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു പെൻഷൻ പോലൊരു സ്കീം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി കൃത്യമായൊരു പേജ് നമുക്ക് കാണാം. പ്രിവി പേഴ്സ് എന്നാൽ എന്താണ്? എക്സാമിന് ചോദിക്കും. ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചില കരാറുകളിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചു. ഇതിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടു. അത്രയും നാൾ നാട് ഭരിച്ച, സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്ന ആളുകളാണ്. അധികാരവും പോയി, വരുമാനവും പോയി. സോ ഇത് പരിഹരിക്കുവാനായി നാട്ടുരാജ്യങ്ങളിലെ ഭരണ കുടുംബ അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായമായി ഒരു നിശ്ചിത തുക നൽകി. അപ്പോ ഈ ഇന്ത്യൻ യൂണിയനോടൊപ്പം ചേർന്ന നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും കുടുംബങ്ങൾക്കും ഒരു നിശ്ചിത തുക സാമ്പത്തിക സഹായമായി നൽകി. ഇതാണ് പ്രിവി പേഴ്സ് എന്ന് അറിയപ്പെട്ടത്. എന്നാൽ പിന്നീട് ഇതൊരു ബാധ്യതയായി മാറി. ഇതിന് ഭീമമായ തുക സർക്കാരിന് ചിലവ് വന്നു. 1971 26ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് പ്രിവി പേഴ്സ് നൽകുന്നത് നിർത്തലാക്കി. അപ്പൊ നല്ലൊരു ചോദ്യം എക്സാമിന് വരുന്നു. ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് അനുവദിച്ചിരുന്ന പ്രത്യേക സാമ്പത്തിക സഹായമായ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഭേദഗതി 1971 26ാം ഭേദഗതി ഇന്ദിരാഗാന്ധി കാലഘട്ടം. 26ാം ഭേദഗതി 1971 ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് നിർത്തലാക്കി. പ്രീവിയസ് ചോദ്യം, നല്ലൊരു ചോദ്യമായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, മുന്നോട്ട് പോകുന്നു. അടുത്ത പ്രശ്നത്തിലേക്ക് വരുന്നു. അഭയാർത്ഥികളുടെ പ്രശ്നം, നാട്ടുരാജ്യങ്ങളുടെ പ്രശ്നം. അടുത്ത പ്രശ്നമായിരുന്നു ഫ്രഞ്ച് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളുടെ മോചനം. നോക്കാം. 47 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായതിനു ശേഷം രാജ്യത്തെ ചില പ്രദേശങ്ങൾ വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിലായിരുന്നു. നമ്മൾ പഠിക്കാറുണ്ട്, ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണല്ലേ. ഇന്ത്യയിൽ നിന്ന് അവസാനമായി പോയ വിദേശികളും പോർച്ചുഗീസുകാരാണ്. അല്ലെങ്കിൽ ആദ്യമായി എത്തിയ യൂറോപ്യന്മാരും അവസാനമായി പോകുന്നവരും പോർച്ചുഗീസുകാർ തന്നെയാണ്. സോ നോക്കാം നമുക്ക്. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരുമാണ് അവസാന നിമിഷം വരെ ഇവിടെ ഉണ്ടായിരുന്നത്. അതാത് പ്രദേശങ്ങളിൽ ജനകീയ സമരങ്ങൾ ശക്തമായി. തുടർന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് ഫ്രഞ്ചുകാർ ആദ്യം പോയി. അപ്പൊ നോക്കിയേ, ഫ്രഞ്ച് 54 എന്ന് പഠിക്കാം. 54 ഫ്രാൻസ് പോയി, 4 ഫ്രഞ്ച്. നോക്കിയേ, എഫും വെച്ച് കണക്ട് ചെയ്യുക. 54 ഫ്രഞ്ചുകാർ പോയി. 54 ഇന്ത്യയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഫ്രഞ്ചുകാര് 54 പോയി. തുടർന്ന് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നീ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. അപ്പൊ അതെ, എക്സാമിന് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. 1954 ഫ്രഞ്ചുകാര് ഇന്ത്യ വിട്ടു പോവുകയാണ്. ഏതൊക്കെ പ്രദേശങ്ങളാ? മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നീ പ്രദേശങ്ങളായിരുന്നു ഫ്രഞ്ചുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് വരികയാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി. കൃത്യമായിട്ട് പഠിക്കുക. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോകുന്നു. പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നീ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമാവുന്നു. എന്നാൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ തങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിച്ചു.
അപ്പോഴും ഒരു ടീം പോയിട്ടില്ല. ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ പോലെയുള്ള പ്രദേശങ്ങൾ കയ്യിലുണ്ടായിരുന്നത് പോർച്ചുഗീസുകാരുടെ കയ്യിലാണ്. 54-ൽ ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര നാഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. അതായത് 54-ല് ഫ്രഞ്ചുകാർ പോകുന്നുണ്ട്, അതേപോലെ 54-ൽ പോർച്ചുഗീസുകാരുടെ ചില പ്രദേശങ്ങൾ, അതായത് ദാദ്ര, നാഗർ ഹവേലി തുടങ്ങിയ പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. പക്ഷേ 1961-ൽ സൈനിക നടപടിയിലൂടെ ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ എന്നീ പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെട്ടു. അവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്തു. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ രണ്ട് ബോക്സ് ആയിട്ട് മനസ്സിൽ വെക്കുക. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ശേഷവും ഉണ്ടായിരുന്ന രണ്ട് വിദേശ ശക്തികൾ ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരുമാണ്. ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ. ഓക്കെ, 54-ല് അവര് പോയി. അതേസമയം പോർച്ചുഗീസുകാര് 54-ൽ ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങൾ വിട്ടു നൽകിയെങ്കിലും 1961-ലാണ് ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ പ്രദേശങ്ങൾ വിട്ടു നൽകുന്നത്. അപ്പൊ 54-ൽ ഫ്രഞ്ചുകാര് പോയി, 61-ലാണ് പോർച്ചുഗീസുകാര് ഇന്ത്യ വിട്ടു പോകുന്നത്. ഓക്കെ, നല്ല പോയിന്റ് ആണ്, തെറ്റിക്കുകയേ ചെയ്യരുത്. ഓക്കെ, അടുത്ത ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. നമുക്കറിയാം, ഇന്ന് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിൽ രൂപീകരിച്ചത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. അതിലേക്ക് വരുമ്പോൾ ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. ഇതാരുടെ വാക്കുകളാ? ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ പ്രാദേശിക ഭാഷകൾക്ക് അതൊരു പ്രോത്സാഹനമായിരിക്കുമെന്ന് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഇനി ഇന്ന് നമ്മുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഭരണപ്രദേശങ്ങളിലെ അതിരുകൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ രൂപീകരിച്ചിരുന്നത് മറ്റു പല കാര്യങ്ങളുടെയും മാനദണ്ഡത്തിലായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. 1920-ലെ നാഗ്പൂർ സമ്മേളനം, ആ പോയിന്റ് ശ്രദ്ധിക്കുക. 1920-ലെ നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ച് ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. എക്സാമിന് ചോദ്യം വരുന്നു, ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികളെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920-ലെ നാഗ്പൂർ സമ്മേളനം ആണ്. അതായിരുന്നു തുടക്കം. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി നടന്ന പ്രധാനപ്പെട്ട ചില ഇവന്റുകൾ നോക്കാം. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ എസ് കെ ദർ അധ്യക്ഷനായി 48-ൽ ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചു. അപ്പൊ തെറ്റിപ്പോരുതേ, ഇവിടുന്ന് ചോദ്യം സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇന്ത്യയില് ഭാഷാ അടിസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റികളെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് 1920-ലെ നാഗ്പൂർ സമ്മേളനം. ശരി. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 1948-ൽ എസ് കെ ദറിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ രൂപീകരിച്ചു. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ എസ് കെ ദർ. പ്രസ്താവന ശരി. ഇനി ശ്രദ്ധിച്ചേ, ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ ഉൾപ്പെട്ട JVP കമ്മിറ്റിയെ 48-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ചു. അപ്പൊ ഇവിടുന്ന് ഒരുപാട് പോയിന്റുകൾ ചോദിക്കാറുണ്ട്. ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, കോൺഗ്രസ് കമ്മിറ്റികളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് 1920-ലെ നാഗ്പൂർ സമ്മേളനം. രണ്ടാമത്തെ പോയിന്റ്, ഭരണഘടനാ നിർമ്മാണ സഭ എസ് കെ ദർ അധ്യക്ഷനായ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ 48-ൽ രൂപീകരിച്ചു.
ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു 3 അംഗ സമിതി JVP, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരടങ്ങുന്ന ഒരു INC കമ്മിറ്റിയെ നിയോഗിച്ചു. അങ്ങനെ ഈ ഒരു പോരാട്ടത്തിന്റെ ഈ ഒരു ഐഡിയ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്ത ഒരു സംഭവം, തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം, വളരെ ഇമ്പോർട്ടന്റ്, തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര എന്ന സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർത്തി വരികയും 1952 ഈ ആവശ്യം ഉന്നയിച്ച് പൊറ്റി ശ്രീരാമലു നിരാഹാര സമരം ചെയ്തു, രക്തസാക്ഷിത്വം വഹിച്ചു, മരണം വരിക്കുകയും ചെയ്തു. 58 ദിവസത്തോളം അദ്ദേഹം നിരാഹാരം കിടന്നു. തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിന്റെ ഫലമായി 53 ഒക്ടോബർ 1, ആ ഡേറ്റ് വർഷം മാസം കൃത്യമായിട്ട് പഠിച്ചോളുക, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം 51 ഒക്ടോബർ 1 53 ഒക്ടോബർ 1 നിലവിൽ വന്നു ആന്ധ്ര. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ആന്ധ്ര. 53 ഒക്ടോബർ 1 പൊറ്റി ശ്രീരാമലുവിന്റെ രക്തസാക്ഷിത്വം. ആന്ധ്ര എന്ന സംസ്ഥാനം തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്നു. ഓക്കെ, അങ്ങനെ ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും അധികം ചോദിച്ച റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു കമ്മിറ്റിയാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ 53 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഫസൽ അലി കമ്മീഷൻ. 53 കേന്ദ്ര സർക്കാർ നിയമിച്ച ഫസൽ അലി കമ്മീഷൻ, 3 അംഗങ്ങൾ, ഫസൽ അലി അധ്യക്ഷൻ, KM പണിക്കർ എന്ന മലയാളി, HN കുൻസ്രു, ഹൃദയനാഥ് കുൻസ്രു, അങ്ങനെ 3 പേര്. സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ഫസൽ അലി കമ്മീഷൻ, ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. എക്സാമിന് ഷുവർ ഷോട്ട് ആയിരിക്കും ഈ ഒരു ഭാഗം. ഇനി 56 അങ്ങനെ 53 കമ്മിറ്റി 56 അവരുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കി. അതായത് 7ാം ഭേദഗതിയാണ് 56 7ാമത്തെ ഭേദഗതി. ഭരണഘടനയിലെ 7ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാനങ്ങൾ നിലവിൽ വരുന്നത്. 1956 നവംബർ 1 കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമായി. അങ്ങനെ ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 56 നവംബർ 1 ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ നിലവിൽ വരുന്നു. വെരി 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 ഇമ്പോർട്ടന്റ്. ഈ ഭാഗം വിട്ട് കളയേ ചെയ്യരുത്. ഓക്കെ, ക്ലിയർ ആണ്. ആദ്യം പഠിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1920 നാഗ്പൂർ സമ്മേളനം അനുസരിച്ച് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിർദ്ദേശപ്രകാരം SK ധർനെ അധ്യക്ഷനാക്കി ഭാഷാ പ്രവിശ്യ കമ്മിറ്റി വരുന്നു. അതിനുശേഷം JVP കമ്മിറ്റി ബൈ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ കമ്മിറ്റി വരുന്നുണ്ട്. ശേഷം ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണം, പോറ്റി ശ്രീരാമലുവിന്റെ രക്തസാക്ഷിത്വം, 53 ഒക്ടോബർ 1 ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാടിസ്ഥാനത്തിന്റെ സംസ്ഥാനം ആന്ധ്ര. ശേഷം ഫസൽ അലി കമ്മീഷൻ, ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. 56 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ക്ലിയർ ആണ്, വ്യക്തമാണ്, തെറ്റിക്കേ ചെയ്യരുത്. അടുത്തത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക. നാം രാഷ്ട്രീയമായി സ്വതന്ത്രരായിരിക്കാം, നമ്മൾ സ്വാതന്ത്ര്യം നേടി, പൊളിറ്റിക്കലി നമ്മൾ ഫ്രീഡം നേടി. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം, ആ പദത്തിന്റെ ഏത് ശരിയായ പൊരുൾ പ്രകാശവും അവസാനിച്ചിട്ടില്ല. അതിന്റെ സാമ്പത്തിക വിവക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതായത് ആ പോയിന്റ് ക്ലിയർ ആണ്. നമ്മൾ രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം നേടി, പക്ഷേ സാമ്പത്തികമായ സ്വാതന്ത്ര്യം കൂടി നേടുക എന്നത് പ്രധാനമാണ്. 49 നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ പ്രത്യേക കത്താണ്. ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്തിൽ പറയുകയാണ്, രാഷ്ട്രീയമായി നാം സ്വതന്ത്രരാണ്, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം
അതിന്റെ ശരിയായ പൊരുൾ പ്രകാരം അവസാനിച്ചിട്ടില്ല. അതിന്റെ സാമ്പത്തിക വിവക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തിൽ പറയുകയാണ്. അങ്ങനെ ഒന്നുമില്ലാതിരുന്ന ഇന്ത്യയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളുടെ തുടക്കം ആസൂത്രണത്തിന്റെ നാൾവഴികൾ. ഇന്ത്യയിൽ ആസൂത്രണം, പ്ലാനിങ് ആരംഭിക്കുകയാണ്. 1938 നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ഇത് ഇക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്നും ചോദിക്കാറുള്ളതാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി 1938, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 38. 44 ബോംബെ പ്ലാൻ, വ്യവസായികൾ തയ്യാറാക്കിയ 44 ബോംബെ പ്ലാൻ ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച MN റോയിയുടെ ജനകീയ പദ്ധതി ബൈ പീപ്പിൾസ് പ്ലാൻ, MN റോയ്. അപ്പോ ആസൂത്രണ സമിതി കമ്മിറ്റി 38, 44 ബോംബെ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ, ജനകീയ പദ്ധതി MN റോയ്. ഗാന്ധിയൻ പദ്ധതിയുമായി, ഗാന്ധിയൻ ആശയങ്ങൾ അധിഷ്ഠിതമായി JC കുമരപ്പയുടെ പദ്ധതി, ഗാന്ധിയൻ പ്ലാൻ ബൈ JC കുമരപ്പ. ഇനി ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ജവഹർലാൽ നെഹ്റു ചെയർമാനായി, അധ്യക്ഷനായിക്കൊണ്ട് 1950 മാർച്ച് 15 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം, മാസം, ഡേറ്റ്. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ അധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15, 1950 മാർച്ച് മാസം 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നു. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 51. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു 51 മുതൽ. എന്നാൽ 2015 ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിടുകയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ് നിലവിൽ വരുന്നു. അപ്പൊ കൃത്യമായിട്ട് ഈ ബോക്സ് ഫുള്ള് പഠിക്കുക. ആദ്യമായിട്ട് ആസൂത്രണ കമ്മിറ്റി വരുന്നത് 38 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ബോംബെ പ്ലാൻ 44, MN റോയുടെ ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ, മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയൻ ആശയവുമായി കുമരപ്പ, JC കുമരപ്പ. 50 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ, നീതി ആയോഗ്. ഓക്കെ, ക്ലിയർ ആണ്, വ്യക്തമാണ്, ശ്രദ്ധിച്ചേ വേഗം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കത്തുകളിൽ സൂചിപ്പിക്കുന്നത്. 47 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യക്ക് പരിഹരിക്കേണ്ടിയിരുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് നോക്കിയാൽ, സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിൽ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ നെഹ്റു മുൻകൈയെടുത്തു. തൽഫലമായി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഒരു പൊതുമേഖലയ്ക്ക് പ്രാധാന്യമുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നത്. 2 കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കാം. ഇന്ത്യ ആസൂത്രണം എന്ന ആശയം സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്, USSRൽ നിന്നാണ് കടമെടുത്തത്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ, പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യമുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, മിക്സഡ് എക്കോണമിയാണ് ഇന്ത്യ പിന്തുടരുന്നത്. കൂടുതൽ പ്രാധാന്യം പൊതുമേഖലയ്ക്കാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ ഭക്ഷ്യ ദൗർബല്യവും ദാരിദ്ര്യവുമായിരുന്നു. സാമ്പത്തികമായിട്ട് എടുക്കുമ്പോൾ തന്നെ ഫുഡിന്റെ സ്കേഴ്സിറ്റി, ദാരിദ്ര്യം എന്നിവ വലിയ പ്രശ്നമായിരുന്നു. ഇതിനെ മറികടക്കുന്നതിനായാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക വികസനത്തിന് ഊന്നൽ നൽകി. നമുക്കറിയാം 51 മുതൽ 56 വരെ 5 വർഷം ആദ്യത്തെ 5 ഇയർ പ്ലാനില് കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി ജലസേചന സൗകര്യവും ഊർജോൽപാദനവും ആവശ്യമായിരുന്നു. അതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ശ്രമം ആരംഭിച്ചു. വലിയ രീതിയിൽ അണക്കെട്ടുകളുടെ, ജലസേചനവുമായി ബന്ധപ്പെട്ട് ഡാമുകളുടെ നിർമ്മാണം. സത്ലജ് നദിയിലെ ബക്രാനങ്കൽ, എക്സാമിന് ചോദിക്കും, ബക്രാനങ്കൽ. അപ്പൊ ഇങ്ങനെ ഓർക്കുക, സത്തുപോയി, ഭംഗം വന്ന് സത്തുപോയി എന്ന് ഓർക്കുക. ബക്രാനങ്കൽ, സത്ലജ് നദിയില്
ബക്രാനങ്കൽ അണക്കെട്ട്, ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹിരാഗുഡ് മഹാനദിയില് ഹിരാഗുഡ് അണക്കെട്ട്, സത്ലജില് ബക്രാനങ്കൽ അണക്കെട്ട്. ദാമോദർ നദീതട പദ്ധതി എന്നിവ ഇക്കാലത്ത് നിർമ്മിച്ച പ്രധാന നദീതട പദ്ധതികളാണ്. ആ ഒരു പോയിന്റുകൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. മഹാനദിയില് ഹിരാഗുഡ് അണക്കെട്ട്, സത്ലജ് നദിയില് ബക്രാനങ്കൽ അണക്കെട്ട്. ഓക്കെ, അങ്ങനെ അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അണക്കെട്ടുകളെ, ഡാമുകളെ എന്താ വിശേഷിപ്പിച്ചത്? ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു 59 ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട്, ഇന്നത്തെ ജാർഖണ്ഡിലാണ് ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട്, സാന്താൽ ഗോത്രവർഗക്കാരിയായ ബുദിനി മെജ്ഹാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നു. അപ്പോ ബുദിനി എന്ന സ്ത്രീയെ കൊണ്ട് ജവഹർലാൽ നെഹ്റു പാഞ്ചേത്ത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ദൃശ്യം കാണാം. സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമായി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായ വികസനത്തിനായിരുന്നു. അപ്പൊ വ്യവസായ പദ്ധതിയാണ് രണ്ടാം പദ്ധതി. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യ പുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അങ്ങനെ വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടു കൂടി പൊതുമേഖലയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അവയിൽ പ്രധാനപ്പെട്ടവ സ്ഥിരം ചോദ്യമാണ്. അതായത് 56 മുതൽ 61 വരെ വരുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോയാൽ വ്യാവസായിക മേഖലയ്ക്ക് പ്രാധാന്യം, വിദേശ രാജ്യങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിക്കുന്നു. സ്ഥിരം ചോദ്യമാണ്. ഈ ബോക്സ് പഠിച്ചാൽ 1 മാർക്ക് ഷുവറാണ്. നോക്കാം നമുക്ക്. ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ റൂർക്കേല ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായം. ഇപ്പൊ ഇങ്ങനെ പഠിക്കുക, ROG, റോസ് എന്നോ റോജ് എന്നോ പഠിക്കുക, അല്ലെങ്കിൽ തിരിച്ച് ജോർ എന്ന് പറയില്ലേ. ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഒഡീഷയില് റൂർക്കേല. ജോർ എന്ന് പഠിക്കുക. ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഒഡീഷയില് റൂർക്കേല. ഇനി കഴിഞ്ഞ ദിവസവും ചോദിച്ച ചോദ്യം, ബിലായി ഇരുമ്പുരുക്കുശാല, ബിലായി ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയൻ. ഓക്കെ, ബിലായി ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയന്റെ സഹായം. റിപ്പീറ്റഡ് ചോദ്യമാണ്. ആദ്യം പഠിച്ചത് റൂർക്കേല അണക്കെട്ട് ഒഡീഷയില് ജർമ്മനിയുടെ സഹായത്തോടു കൂടി, ബിലായി ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയന്റെ സഹായം. ഇനി ദുർഗാപൂര് ബംഗാളിലാണ് UK. മറന്നു പോകാതിരിക്കാൻ ഇവിടെ ഡബ് എന്ന് പഠിക്കുക. ഡബ് ചെയ്യുക എന്ന് പറയില്ലേ. ദുർഗാപൂർ UK-യുടെ സഹായത്തോടുകൂടി ബംഗാൾ. UK-യുടെ സഹായത്തോടുകൂടി ബംഗാൾ. എടാ, ഒരു 2 എണ്ണം ക്ലിയർ ആയിട്ട് പഠിച്ചാൽ ബാക്കിയുള്ളത് കിട്ടും. നോക്കിക്കേ, ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടു കൂടി റൂർക്കേല, ഛത്തീസ്ഗഡില് ബിലായ് അണക്കെട്ട് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി, ആൻഡ് ദുർഗാപൂര് UK-യുടെ സഹായത്തോടു കൂടി ബംഗാളിൽ. ഇനി ബൊക്കാറോ ജാർഖണ്ഡ് സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ജാർഖണ്ഡിലാണ് സോവിയറ്റ് യൂണിയൻ. കൃത്യമായിട്ട് പഠിച്ചോളുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. തെറ്റിക്കരുത്, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസിലേക്ക് വന്നാൽ ഭൂദാന പ്രസ്ഥാനം സ്ഥിരം ചോദ്യം. നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി ആചാര്യ വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ നടന്നതാണ് ഭൂദാന പ്രസ്ഥാനം. വിനോബ ഭാവയും അനുയായികളും. അപ്പൊ എക്സാമിന് ചോദിക്കുന്നു, ഭൂദാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആചാര്യ വിനോബ ഭാവെയുടെ ഭൂദാന പ്രസ്ഥാനം. എന്താണ് സംഭവം? അദ്ദേഹവും അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്രകൾ നടത്തി വൻകിട ഭൂ ഉടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകുന്നതിന് പ്രേരിപ്പിക്കുന്നു. അപ്പൊ ആളുകളെ കൺവിൻസ് ചെയ്ത് കൂടുതൽ ഭൂമിയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന്, വൻകിട ഭൂ ഉടമകളിൽ നിന്നും അവരുടെ ഭൂമിയുടെ 1/6 ദാനമായി നൽകാൻ പ്രേരിപ്പിക്കുന്നു.
അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കുറഞ്ഞു. എന്തായാലും നല്ലൊരു മൊമെന്റ് ആയിരുന്നു ഭൂദാന പ്രസ്ഥാനം ബൈ ആചാര്യ വിനോബ ഭാവെ. ഓക്കെ, ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നടപടിയായിരുന്നു ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണം. അതായത് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നതായിരുന്നു ഇതിൽ ലക്ഷ്യമിട്ടത്. അന്ന കാലത്ത് ഒരുപക്ഷെ ഭൂമി ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, എന്നാൽ വളരെ കുറച്ച് ആളുകളുടെ കയ്യിൽ ആവശ്യത്തിലധികം ഭൂമി ഉണ്ടായിരുന്ന ഒരു സമയമാണ്. സോ ഭൂമി ഒരാളുടെ കൈവശം വെക്കുന്നതിന് പരിധി നിശ്ചയിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിരുന്നു. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിച്ചു. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, കാർഷിക പരിഷ്കരണ കമ്മിറ്റി JC കുമരപ്പയായിരുന്നു അധ്യക്ഷൻ. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂ ഉടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം നടപ്പിലാക്കി. ഇതൊരു പരിധിവരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായി. അപ്പോൾ കാർഷിക പരിഷ്കരണ കമ്മിറ്റി ബൈ JC കുമരപ്പ നെഹ്റു അപ്പോയിന്റ് ചെയ്തു. ഇനി ഭക്ഷ്യോൽപാദനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് നോക്കിയാൽ വിപ്ലവങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 1960 മുതൽ ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതികൾ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവിടെ രാഷ്ട്രീയക്കാരുടെ ശാസ്ത്രജ്ഞന്മാരുടെയും കൂട്ടായ പരിശ്രമം നമുക്ക് കാണാം. കാർഷിക മേഖലയെ പുരോഗതിയുടെ ഭക്ഷ്യോൽപാദന സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി ഹരിത വിപ്ലവം ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് HYV സീഡുകൾ, ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡുകൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ കൈവരിച്ച മാറ്റങ്ങൾ ഹരിത വിപ്ലവം എന്നറിയപ്പെട്ടു. 70 മുതൽ 80 വരെയും 2 ഘട്ടങ്ങളിലായാണ് ഹരിത വിപ്ലവം നടന്നത്. സ്ഥിരം ചോദ്യമാണത്. അതായത് അത്യാധുനിക വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, യന്ത്രങ്ങളുടെ സഹായം, കീടനാശിനികൾ, രാസവളങ്ങളുടെ ഉപയോഗത്തിലൂടെ 2 ഘട്ടങ്ങളിലായി 1960, 70, 70, 80 കാലഘട്ടങ്ങളിലായി ഹരിത വിപ്ലവം നടന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി ധവള വിപ്ലവം. എന്താണ് ധവള വിപ്ലവം? വൈറ്റ് റവല്യൂഷൻ. മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് ധവള വിപ്ലവത്തിലൂടെ തുടക്കം കുറിച്ചു. മലയാളി കൂടിയാണ് ഇന്ത്യയുടെ പാൽക്കാരൻ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ. വലിയ മാറ്റങ്ങളാണ്. ഗുജറാത്തിലെ ആനന്ദ് എന്ന നഗരത്തിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ക്ഷീരോത്പാദക സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ക്രമേണ ഇത് അമൂൽ, ഇന്ന് നമുക്കറിയാവുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫേമസ് ബ്രാൻഡ് ആയിട്ടുള്ള അമൂൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന പ്രശസ്തമായ ക്ഷീരോത്പാദക സംഘമായി മാറുകയും ചെയ്തു. അമൂല്, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പഠിക്കുക. ഓക്കെ, ധവള വിപ്ലവം പാലുൽപാദനമാണ്. ഹരിത വിപ്ലവം ഭക്ഷണം, കൃഷി. ഹരിത വിപ്ലവത്തെ തുടർന്ന് പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ധവള വിപ്ലവം മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി. നീല വിപ്ലവം അഥവാ ബ്ലൂ റവല്യൂഷൻ, കൃഷി, ഭക്ഷണം, ഹരിത വിപ്ലവം, പാല്, ധവള വിപ്ലവം, മത്സ്യബന്ധന മേഖല, നീല വിപ്ലവം, ബ്ലൂ റവല്യൂഷൻ ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കി. ഇതിലൂടെ രാജ്യത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഓക്കെ, അങ്ങനെ ബാങ്കുകളുടെ ദേശസാൽക്കരണം, നാഷണലൈസേഷൻ ഓഫ് ബാങ്കിലേക്ക് വന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകൾ വൻകിട വ്യവസായികളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും ഉടമസ്ഥതയിലായിരുന്നു. എന്നാൽ ബാങ്കുകളെ സമ്പന്നർക്ക് മുൻഗണന നൽകിയതിനാൽ കർഷകർക്കും സാധാരണക്കാർക്കും വായ്പയും മറ്റു ബാങ്ക് സേവനങ്ങളും ലഭിക്കാതെ വന്നു. അപ്പോ
അവിടെയും പണമുള്ളവന്റെ കയ്യിൽ മാത്രമായിരുന്നു അത്തരം സേവനങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് 14 പ്രധാന ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുത്തു. ഇത് ബാങ്ക് ദേശസാൽക്കരണം എന്നറിയപ്പെട്ടു. പിൽക്കാലത്ത് 6 ബാങ്കുകൾ കൂടി സർക്കാർ ഏറ്റെടുത്തു. അപ്പൊ 1969 ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു ഇന്ദിരാഗാന്ധി. പിന്നീട് 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരണം നടത്തി. ഇന്ത്യയിലെ ബാങ്ക് ദേശസാൽക്കരണം 1969 14 ബാങ്കുകള്, 1980 6 ബാങ്കുകളുമാണ് ദേശസാൽക്കരിച്ചത്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം ആസൂത്രണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യ പിന്തുടർന്നത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ഈ നയങ്ങൾ സഹായകമായി. നമുക്കറിയാം, പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ അത്രയും നാളും ഫോളോ ചെയ്തത്. 1990കളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി. തുടർന്ന് LPG എന്നറിയപ്പെടുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. തൽഫലമായി പൊതുമേഖലയിലെ പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. നമുക്കറിയാം, PV നരസിംഹ റാവു കാലഘട്ടത്തിൽ 1990കളിൽ 91കളിൽ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നു. അന്ന് ധനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു.